പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഈശോയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഈശോയെ ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി ഓടുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചുമ്മാ ചോദിച്ചോട്ടെ, നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റാണോ? നമ്മൾ ഈശോയെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ കൃത്യമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് നമ്മുടെ റൂട്ട് കറക്റ്റാണോ? നമ്മൾ പോകുന്ന പാത്ത് കറക്റ്റാണോ? അതായത് നമ്മളെല്ലാ ദിവസവും ചിലപ്പം സമ്പൂർണ്ണ ജമാല ഇല്ലുമായിരിക്കും, ചിലപ്പോൾ നമ്മൾ ആഴ്ചയിൽ 1000 മണി ജമാല ഇല്ലുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ 3 മണിക്ക് കരണക്കൊന്നും ഇല്ലുമായിരിക്കും, നമ്മൾ കുരിശിൻ്റെ വഴി എല്ലാ ദിവസം ചൊല്ലുമായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലുമ്പം നമ്മൾ ഉള്ളിൽ തോന്നും നമ്മൾ പവറാണ്, നമ്മൾ കിടിലമാണ്, നമ്മൾ ഭയങ്കര പ്രയർഫുൾ മനുഷ്യനാണ്, പ്രാർത്ഥനയുടെ മനുഷ്യനാണ്, നമ്മളെ തകർക്കാൻ ഒന്നിനും പറ്റത്തില്ല എന്നൊക്കെ ചില സാധനങ്ങൾ നമ്മളിൽ തോന്നും. അപ്പം നമുക്ക് തോന്നും നമ്മൾ ഈശോയോട് ഭയങ്കര അടുത്തിരിക്കുന്ന ആളാണ്, കാരണം ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇത്ര അടുത്തുള്ള ആളാണ് എന്ന് നമുക്ക് തോന്നും. ചുമ്മാ കാര്യം ചോദിച്ചോട്ടെ, കർത്താവ് ഈശോ ഈ വിധിയുടെ സമയത്ത് നമ്മളെ വിധിക്കുന്നത് എങ്ങനെയാണ്? 1000 മണി ജപമാല ചൊല്ലിയ, എല്ലാ ദിവസവും 1000 മണി ജപമാല ചൊല്ലിയ ആശിഷ് ഇങ്ങോട്ട് മാറി നിൽക്കും, സ്വർഗത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഇയാൾ നോക്കൂ, ഇയാൾ എല്ലാ ദിവസവും ഇയാളൊരു 2595 3 ലക്ഷം നന്മ നിറഞ്ഞവരെ ചൊല്ലിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവനും ഇങ്ങോട്ട് മാറി നിൽക്കും, സ്വർഗത്തിലേക്ക് പോകും. പ്രാർത്ഥന ഇത്രയും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾ പോകൂ, സ്വർഗത്തിലേക്ക് പോകും. നീ എനിക്ക് പ്രിയപ്പെട്ടവൻ, കാരണം ഇത്രയും പ്രാർത്ഥിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറയാൻ പോകുന്നത്. ഒരിക്കലും അതല്ല ഈശോ പറയാൻ പോകുന്നത്. അതാണോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കോൺഫിഡൻസ് ഉണ്ട്, ഞങ്ങൾ സെറ്റപ്പാണെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈശോ ചോദിക്കുന്നത് അതാണോ? ഈശോ അങ്ങനെയാണോ നമ്മൾ വിധിക്കാൻ പോകുന്നത്? അല്ല. കർത്താവ് എങ്ങനെയാണ് വിധിക്കുന്നതെന്ന് നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ആൻസർ പേപ്പർ ഔട്ടാണ്. ഈശോയുടെ വിധിയുടെ ആൻസർ പേപ്പർ ഔട്ടാണ്. ആൻസർ പേപ്പർ ഔട്ടാണ്. ഈ ആൻസർ പേപ്പർ കിട്ടിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് വിധി സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇത് ഔട്ടാണ്. ആൻസർ പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നമുക്ക് സംഭവം കിട്ടി, നേരത്തെ കിട്ടി, പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിന് ആൻസർ കൊടുത്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാണ്. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ? ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണ്? മത്തായി 25 കിടപ്പുണ്ട്. മത്തായി 25 ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുവാണ്. അവസാന വിധി. അവൻ എല്ലാ ദൂതന്മാരുടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ മഹിമയുടെ സിംഹാസനം ഉപേക്ഷിതനാവും. അവൻ്റെ മുമ്പ് എല്ലാ ജനതയും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തോടെ അരുളി ചെയ്യും, എൻ്റെ പിതാ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. കാരണം എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായി നിങ്ങളെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായി നിങ്ങളെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി വരും, കർത്താവേ, നിന്നെ ഞാൻ എപ്പോഴങ്ങനെ കണ്ടേ? അപ്പോൾ ഈശോ പറയുവാണ്, സത്യമായി ഏറ്റവും എളിയ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരു നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മൾ വിശക്കുന്നു, കുടിക്കാൻ കൊടുക്കുന്നു, ദാഹിക്കുന്നു, കുടിക്കാൻ കൊടുക്കുന്നു, പരദേശിയെ നമ്മൾ സ്വീകരിക്കുന്നു, അങ്ങനെ ഉടുപ്പിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കാണ് ചെയ്യുന്നത്. യു ക്യാൻ ഗോ ടു ഹെവൻ എന്നാണ് ഈശോ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിലേക്ക് പോകാം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ പ്രാർത്ഥനകൾ, ഞാൻ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾ എന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആൾക്കാരെ സ്നേഹിക്കുന്നതിനകത്ത് എൻ്റെ പ്രാർത്ഥന എന്നെ സഹായിക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കേണ്ട കാര്യം എന്താ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോയുമായുള്ള എൻ്റെ ബന്ധം അങ്ങോട്ട് സ്ട്രോങ് ആവുന്നു. ഈശോയുമായുള്ള ബന്ധം സ്ട്രോങ് ആവുന്നു. ആ ബന്ധത്തിൽ നിന്നും ഈശോയുടെ ശക്തി എൻ്റെ ഉള്ളിലേക്ക് നിറയുന്നു. എനിക്ക് ശക്തമായിട്ട് ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റണം. എൻ്റെ ഉള്ളിലോട്ട് കർത്താവിൻ്റെ കൃപ നിറഞ്ഞു കഴിയുമ്പം എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റണം. പരിശുദ്ധ ബൈബിൾ വചനം പറയുന്നു, തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്രയധികമായി പരിശുദ്ധാത്മാ നൽകുകയില്ല. ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ മേടിച്ച് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്നോട് വെളിപ്പെടണം, ദാനങ്ങൾ വെളിപ്പെടണം. എനിക്ക് ഈശോയെ ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റണം. എനിക്കിത് പറ്റുന്നുണ്ടോ? എനിക്കിത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് എവിടെയോ ചില കുഴപ്പങ്ങളുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ കൂടുതൽ തീക്ഷ്ണമാക്കണം. എൻ്റെ പ്രാർത്ഥനയുടെ ഓറിയൻറ്റേഷൻ കറക്റ്റാക്കണം. എൻ്റെ പ്രാർത്ഥന ഓറിയൻറ്റേഷൻ എവിടെ കിടക്കുന്നത് അത് കൃത്യമാക്കി എടുക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഓറിയൻറ്റേഷൻ മാറ്റി വിടാൻ പിശാചിന് പറ്റും. പിശാച് നമ്മുടെ പ്രാർത്ഥനകളെ എടുത്തുകൊണ്ടുപോയിട്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പറയും, റിക്വസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും, പല കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറയും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ പിശാച് പിടിച്ച് നമ്മുടെ പേഴ്സണൽ പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പിശാച് നമ്മളോട് പറയും.
പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ വിശുദ്ധീകരണത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവ് എനിക്ക് ഈശോയെ, എനിക്ക് ഭയങ്കര അഹങ്കാരം മാറ്റി തരണേ ഈശോയെ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വചനത്തിൽ പറഞ്ഞ കാര്യമാണ്. മത്തായി, മർക്കോസ് 22:24-14 പറയുന്നൊരു വചനമുണ്ട്. അവൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു, അവൻ്റെ വേർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അവൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു, അവൻ്റെ വേർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. എൻ്റെ പ്രാർത്ഥന അവൻ തീക്ഷ്ണമായി. ഈശോ എന്തിനു വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചേ? ഈശോ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചത് ഈശോയെ ഈ ഹിതം സ്വീകരിക്കാനായിട്ട്, പീഡ സഹിക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാ പാവങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ മരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഈശോ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയണം, അതിൻ്റെ തീക്ഷ്ണത എന്തുവരെയുള്ള തീക്ഷ്ണതയാണ്? അവൻ്റെ വേർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അതുപോലെ പ്രാർത്ഥിച്ചാണ് ഈശോ ആ ദൈവഹിതം നടത്തിയത്. എനിക്ക് എൻ്റെ പ്രാർത്ഥന ഇതുപോലെ എന്നെ മാനസാന്തരപ്പെടുത്തുന്നുണ്ടോ? എന്നെ ഈശോയെ പോലാക്കി മാറ്റുന്നുണ്ടോ? ഈശോയെ പോലാക്കി മാറ്റുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് പവറാവുന്നത്. നമ്മുടെ ഈശോയുടെ അടുത്ത് പോകണമെങ്കിൽ, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടൊരു കാര്യം? എന്താണ് വേണ്ടത്? വചനത്തിൽ പറഞ്ഞൊരു സാധനമുണ്ട്. 1 യോഹന്നാൻ, ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാവേണ്ടതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. ഈശോ വരുമ്പം ആത്മധൈര്യത്തോടെ നിൽക്കാൻ എനിക്ക് എന്ത് വേണം? എൻ്റെ ഉള്ളിൽ സ്നേഹം വേണം. സ്നേഹം എന്നിൽ പൂർണ്ണത പ്രാപിക്കണം. ഈ ലോകത്തിൽ തന്നെ നമുക്ക് ഈശോയെ പോലെ ആകാൻ പറ്റുമെന്നാണ് വചനം പറയുന്നത്. ഈ ലോകത്തിൽ തന്നെ എങ്ങനെയാണ് ഈ സ്നേഹം പൂർണ്ണത പ്രാപിച്ചു കഴിയുമ്പോൾ എനിക്ക് ലോകത്തിൽ തന്നെ ഈശോയെ പോലെ ആകാൻ പറ്റും. ഈ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്നേഹം പൂർണ്ണത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്നേഹം പൂർണ്ണത പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? യോഹന്നാൻ 15:16 അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഈശോയുടെ വചനം പാലിച്ച് ജീവിക്കുക. ഓരോ വചനങ്ങളും പാലിക്കുമ്പം ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണ്. ഓരോ വചനം പാലിക്കുമ്പോഴും ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൽ ഞാനിങ്ങനെ എൻ്റെ സ്നേഹം ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുക. ഓരോ വചനങ്ങൾ പാലിക്കുന്നതനുസരിച്ച് എൻ്റെ സ്നേഹം ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വചനം പാലിക്കും. അപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് വാസം ഉറപ്പിക്കുകയും ചെയ്യും. ആരുടെ അടുത്താണ്? വചനം പാലിക്കുന്നതിനടുത്ത് ഞങ്ങളൊന്ന് വാസം ഉറപ്പിക്കും. എന്നെ അവന് വെളിപ്പെടുത്തും. നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നതനുസരിച്ച് വചനം പാലിക്കുന്നതനുസരിച്ച് ഈശോയെ നമുക്ക് വെളിപ്പെടുത്തും. നമ്മൾ പറയാറില്ലേ, നമുക്കിങ്ങനെ എൻകൗണ്ടർ കിട്ടണം എന്നൊക്കെ. ഈ എൻകൗണ്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലപ്പോഴും ഈശോയെ കാണുന്നതോ അല്ലെങ്കിൽ സക്രാരിയെ കാണുന്ന ഈശോയോ അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. എൻ്റെ വചനം പാലിക്കുമ്പം ഞാൻ എന്നെ നിനക്ക് വെളിപ്പെടുത്തും. ഈ ഒരു എൻകൗണ്ടർ നമുക്ക് കിട്ടുന്നുണ്ടോ? വചനം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതായത് യോഹന്നാൻ 14:1 നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, അതൊരു വചനമാണ്. അതെനിക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ? അത് അസ്വസ്ഥമാകാതെ എനിക്ക് എൻ്റെ ഈശോ ഒരു വിഷയമാണ് ആ സമയത്ത് കർത്താവിൽ എങ്ങനെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. ഈ വചനം എനിക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഈശോയുടെ പൂർണ്ണതയും വളരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതെല്ലാം ഈശോയുടെ വചനം വെച്ച് രൂപപ്പെടുത്തണം. കണ്ണിനെക്കുറിച്ച് മത്തായി 6:22 കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഈ കണ്ണിൻ്റെ വചനങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് കണ്ണിനെ അങ്ങോട്ട് മോഡിഫൈ ചെയ്യണം. കണ്ണ് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ആ കണ്ണിനെ നമ്മളാക്കണം. ഹൃദയം മത്തായി 5:8 ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8 എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ആ വചനം വെച്ച് ഇങ്ങനെ രൂപപ്പെടുത്തണം. ഓരോ അവയവങ്ങളെയും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ രൂപാന്തരപ്പെടുത്തണം. ഓരോ വചനങ്ങളെ കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ രൂപാന്തരപ്പെടുത്തണം. വചനങ്ങൾ ഇങ്ങനെ ഒരു ഭയങ്കര നല്ല 1 പത്രോസിനകത്തൊരു വചനമുണ്ട്. നിങ്ങൾ ഹൃദയപൂർവ്വം 1 പത്രോസ് 4:8 നിങ്ങൾ ഹൃദയപൂർവ്വമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കും. നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്നേഹം നിഷ്കപടമാണോ? സ്നേഹം ഗാഠമാണോ? ഹൃദയപൂർവ്വമായും ഗാഠമായും സ്നേഹം ഗാഠമാണോ ഹൃദയപൂർവ്വമാണോ? എൻ്റെ സ്നേഹത്തിന് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് എൻ്റെ സ്നേഹം ഇങ്ങനെ പൂർണ്ണത പ്രാപിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിക്കേണ്ട കാര്യം,
എനിക്ക് എൻ്റെ ജീവിതത്തിൽ വചനം പാലിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ വചനം പാലിക്കാൻ പറ്റുമ്പം എൻ്റെ ഉള്ളിൽ ഈശോയുടെ സ്നേഹം പൂർണ്ണത പ്രാപിക്കും. ഈശോയുടെ സ്നേഹം പൂർണ്ണത പ്രാപിച്ചു കഴിയുമ്പം എനിക്ക് വിധി ദിനത്തിൽ ആത്മധൈര്യത്തോടെ ഈശോയുടെ അടുത്ത് നിന്നിട്ട് ഈശോ വന്നു ആത്മധൈര്യത്തോടെ ഈശോയെ നോക്കാൻ പറ്റും, ഈശോയെ സ്നേഹിക്കാൻ പറ്റും, ഈശോയുടെ കൂടെ പോകാൻ പറ്റും. സോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എനിക്കിതൊക്കെ കേട്ട് കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ എന്താ തോന്നുന്നത്? ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് മനുഷ്യനല്ലേ ബലഹീനത ഉണ്ടല്ലോ, മനുഷ്യന്മാർക്ക് ബലഹീനത ഉണ്ടല്ലോ. അപ്പം അതൊക്കെ എനിക്ക് ചിലരോട് എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ബലഹീനതയുണ്ട്. ചില പാപങ്ങൾ എനിക്ക് കളയാൻ പറ്റുന്നില്ല, കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ബലഹീനതയുണ്ട്. ശരിയാണ്, നമ്മൾ മനുഷ്യനാണ്, നമ്മൾ പൊട്ടിത്തെറിക്കുന്നവരാണ്, നമ്മൾ ദേഷ്യപ്പെടുന്നവരാണ്. പക്ഷേ ഒരു കാര്യം കർത്താവ് പറയുക, ഈ ലോകത്തിൽ തന്നെ നാം അവനെപ്പോലെ ആയിരിക്കുന്നു. അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്താ? എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഈശോയെ പോലെ ആകാൻ പറ്റും. അതിനുള്ള പൊട്ടൻഷ്യൽ എൻ്റെ ഉള്ളിൽ ഈശോ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ശ്രമം ഉണ്ടാവണം. വചനം പറയും വെളിപാട് 3:20, ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു, നിങ്ങളെനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഈശോ ഇങ്ങനെ വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വാതിൽ അടച്ചിട്ട് പറയുക, ഈശോ എനിക്ക് നിന്നെപ്പോലാകാൻ പറ്റത്തില്ല, ഞാൻ മനുഷ്യനാണ്, ബലഹീനതയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ കർത്താവിന് അകത്തേക്ക് വന്നിട്ട് ഈശോയെ പോലെ, ഈശോയെ നമ്മളോട് ഭക്ഷണം കഴിച്ച് ഈശോയെ പോലെ ആക്കാൻ ഈശോയ്ക്ക് പറ്റത്തില്ല. നമ്മൾ ഓപ്പണായിട്ട് കൊടുക്കണം, ഈശോയെ ഇതാ ഞാൻ, ഇത്രയും പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ, നീ എന്നെ അങ്ങോട്ട് മാറ്റണേ, ഞാൻ വചനം പാലിക്കാൻ റെഡിയാണ്, ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ സമയം കൂട്ടാം, ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം, ഈ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് തീക്ഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ റെഡിയാണ് ഈശോയെ, നീ എന്നെ മാറ്റ് എന്ന് പറഞ്ഞാൽ ഈശോ നമ്മളെ മാറ്റും. എന്നിട്ട് അതിന് ശ്രമിക്കണം. എൻ്റെ പ്രാർത്ഥനയുടെ ഇൻറ്റൻഷൻ കൃത്യമാക്കിയിട്ട് ഞാൻ പ്രാർത്ഥന ആരംഭിക്കുക. ഈശോ ഉറപ്പായിട്ടും നമ്മളെ മാറ്റിയെടുക്കും. സോ ഈ ഒരു കാര്യം ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ നിറയട്ടെ. ഉള്ളിലോട്ട് നിറഞ്ഞിട്ട് 1 യോഹന്നാൻ 4 ഇതിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവരങ്ങ് ശക്തനാണ്. ഈശോ നമ്മൾ ഉള്ളിലുണ്ട്. ആ ഈശോയെ ഞാനിങ്ങനെ കൂടുതൽ വിശ്വസിക്കുന്ന അനുസരിച്ച് ഈ ലോകത്തിലുള്ള അരൂപികൾക്ക് നമ്മളെ തൊടാൻ പറ്റാത്ത വിധം ഈശോ നമ്മളെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യും, വചനത്തിൽ പ്രോഗ്രസ് ചെയ്യും, സ്നേഹത്തിൽ പ്രോഗ്രസ് ചെയ്യും. 1 Korinthos 7:24 വചനമുണ്ട്, നിങ്ങൾ ഏതവസ്ഥയിൽ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ. ഏതവസ്ഥയിൽ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ. അപ്പം ഞാൻ വിളിക്കപ്പെട്ട അവസ്ഥയിൽ ഞാൻ ചിലപ്പോൾ ബലഹീനനായിരിക്കാം, പാപം ചെയ്യുന്നവനായിരിക്കാം, എനിക്കിങ്ങനെ ബലഹീനത ചിന്തിക്കുന്ന ആളായിരിക്കാം. പക്ഷേ ആ അവസ്ഥയിൽ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് ഈ ഈശോയെ വചനം പാലിക്കാനുള്ള ആഗ്രഹത്തിൽ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈശോ നമ്മളെ ഈശോയെ പോലാക്കി മാറ്റും. ആ ഡോർ അടഞ്ഞു വെച്ചാക്കാൻ ഡോർ തുറന്നിട്ട് എനിക്ക് വിശുദ്ധനാവണമെന്നുള്ള ആഗ്രഹം നിറച്ച് അങ്ങോട്ട് തുടങ്ങുക. ഈശോ ഉറപ്പായിട്ട് നമ്മളെ മാറ്റും. നമ്മളെല്ലാവരും ശക്തമായിട്ട് ഈശോയെ സ്നേഹിക്കാൻ പറ്റട്ടെ. എല്ലാവരും ഈശോയെ അന്ത്യവിധിനാളി വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഈശോയെ നോക്കിയിട്ട് കർത്താവേ ഇതാ ഞാൻ, എന്നെ എടുത്താലും എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി എന്ന് പറയാൻ നമുക്ക് പറ്റട്ടെ. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റട്ടെ. ഈശോയോട് സ്നേഹിച്ച് നമുക്കായിരിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. ആമേൻ.